പോലീസുമായി സംസാരിക്കുകയാണ്. രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 4 ആളുകളെ അല്ലെങ്കിൽ 5 ആളുകളെ കടത്തിവിടണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവർ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. വീണ്ടും ഇപ്പോൾ അവരുമായി ചർച്ച നടത്താനായിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ ഉത്തർപ്രദേശിലെ പിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണെന്ന് പോലീസ് അവർ ഇപ്പോഴും വീണ്ടും ആ ചർച്ച നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു ചർച്ച നടത്തിക്കൊണ്ട് 4 or 5 ആളുകളെങ്കിലും അങ്ങോട്ട് കടത്തിവിടണം എന്നുള്ളൊരു നിർദ്ദേശം വീണ്ടും പോലീസിന് മുന്നിൽ വെക്കുകയാണ്. ആ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള 5 ആളുകൾ സെൻട്രലിലേക്ക് പോകും. ഇനിയിപ്പോൾ അതും UP സർക്കാർ അനുവദിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നത്. ഈ പോലീസ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ചർച്ചയിലൂടെ സമാധാനപരമായ ചർച്ച നടത്തിക്കൊണ്ട് പോലീസിന്റെ ഒരു അനുവാദത്തോടുകൂടി അസംബറിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. ഇപ്പോഴും പോലീസുമായി ചർച്ച നടത്തുന്നുണ്ട്. രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ACC ജനറൽ സെക്രട്ടറിമാരുണ്ട്, നേതാക്കളുണ്ട്. എല്ലാവരും പോലീസുമായിട്ടുള്ള ചർച്ചയിലാണ്. ഇപ്പോൾ ആദ്യഘട്ട ചർച്ച നേരത്തെ പോലീസുമായിട്ട് 20 മിനിറ്റിലധികം നടത്തിയെങ്കിലും പോലീസ് വഴങ്ങിയിരുന്നില്ല. തുടർന്ന് രാഹുൽ ഗാന്ധി അറിയിക്കാനായിട്ട് പോയതിനു ശേഷം നേതാക്കൾ ആവശ്യം 4 or 5 ആളുകളെങ്കിലും കടത്തിവിടണമെന്നുള്ള ആവശ്യം പോലീസിൽ അതിന്റെ തടസ്സമെന്നാണ് നേതാക്കൾ ചോദിക്കുന്നത്. 5 ആളുകൾ അധികം കൂടാൻ പാടില്ലെന്നാണ് നിയമം. 5 ആളുകൾ അവിടെ പ്രവേശിക്കുന്നതിന് വിലക്കില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് പോലീസിന് മുന്നിലേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് ഒരു തരത്തിലും നേതാക്കളുടെ ആവശ്യത്തോട് വഴങ്ങുന്നില്ല. കടത്തിവിടാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് UP പോലീസ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പ്രദേശത്തുണ്ട്. 5-ലേറെയധികം ബാരിക്കേഡുകളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. ഇതെല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തകരെ പ്രതിഷേധം ഇതുമൂലം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ നേതാക്കൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിലവിൽ ചർച്ച നടത്തിക്കൊണ്ട് UP പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായാൽ മുന്നോട്ട് പോകാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പോലീസ് കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ 5 ആളുകളെ കടത്തിവിടണം എന്നുള്ള ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും, പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള 5 ആളുകൾ അസംബറിലേക്ക് പോയി അസംബറിൽ സന്ദർശനം നടത്തി മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോഴും ആ വാഹനത്തിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു അടിപൊളി രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ ഇതുവരെയും സാധിച്ചില്ല. നേതാക്കൾ ഇപ്പോഴും ചർച്ച നടത്തുകയാണ്. 4 or 5 ആളുകളെ വിടണമെന്നുള്ള ആവശ്യമാണ് പോലീസിനോട് പറയുന്നത്. എന്നാൽ പോലീസ് സാധ്യമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സംഭവിക്കുന്ന സ്ഥിതി ശാന്തമാണ്. സംഭൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോഴില്ല. ഇനിയും കൂടുതൽ നേതാക്കൾ അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ആ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശം, സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നേതാക്കൾ മടങ്ങിപ്പോകണമെന്നാണ് കോൺഗ്രസ് നേതാക്കളോട് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം നിലയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. അതല്ലാതെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നേരത്തെ ബാരിക്കേഡിനുള്ളിലെല്ലാം കയറുന്ന തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകുന്നത്. ധനസുമോദ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ധനസുമോദ്, രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്തായിരിക്കും? രാഹുൽ ഗാന്ധി സമ്പൽ സന്ദർശിക്കാൻ ഇറങ്ങുന്നു, അദ്ദേഹത്തെ തടയുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ എന്നെ തടഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല എന്ന സന്ദേശം നൽകി മടങ്ങുകയായിരിക്കും അദ്ദേഹം ചെയ്യുക. ഏതായാലും താൻ വന്ന വഴിക്ക് ഇത് തിരിച്ചു പോകുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. സമ്പലിൽ പോകാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയൊരു ആവശ്യമായി UP പോലീസിനെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ UP പോലീസിന്റെ വാഹനത്തിൽ തന്നെ പോകാൻ തയ്യാറാണ്. ഇനി നിരോധനാജ്ഞ ലംഘിക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു 5 പേരിൽ താഴെ 4 പേരിൽ തന്നെ തങ്ങൾ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹന ജീവിതത്തിൽ ഇവിടെ SP വന്നായിരുന്നു സംസാരിച്ചത്. UP പോലീസിന്റെ SP-യോടാണ് ഇക്കാര്യം പറഞ്ഞത്. നിങ്ങൾ ഒരുക്കുന്ന വാഹനത്തിൽ തന്നെ ഞങ്ങൾ അവിടെ പോകാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പോയേ പറ്റൂ എന്നൊരു നിലപാടിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് തടഞ്ഞിട്ടിപ്പോൾ 1 മണിക്കൂറായിട്ടും അദ്ദേഹം തന്നെ ഗതാഗതം ഇവിടെ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുകളിൽ ഡ്രോണുകൾ പറക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സെക്യൂരിറ്റി വീഴ്ചയാണ്, ഇതിനൊരു സുരക്ഷാ വീഴ്ചയാണ് ഇതിനകത്ത് സംഭവിച്ചത് കാര്യമാണ് ഇപ്പോൾ KL ശർമ്മ, അമേഠി MP KL ശർമ്മ, ഇമ്രാൻ മസൂദ് അടക്കമുള്ള നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും MP-മാർ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് ഒരു വലയം തീർത്തിരിക്കുകയാണ്. അമേഠി MP അടക്കമുള്ളവരാണ്, ഡാനിഷ് അലി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ
ഇവിടെ ചേർന്നിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഡ്രോൺ പറത്തുന്നത് ഇത്തരം ഷൂട്ട് ചെയ്തതിനു ശേഷം ദൃശ്യവൽക്കരിച്ച് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ തരത്തിലുള്ള ഒരു ഇസഡ് കാറ്റഗറി, ഇസഡ് പ്ലസ് കാറ്റഗറി ഉണ്ടായിട്ട് സുരക്ഷ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള സുരക്ഷയാണ് രാഹുൽ ഗാന്ധിയെ തടയുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവന് പോലും ഒരു സുരക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓടിത്തറഞ്ഞിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എംപിമാർ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി എന്തായാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഡയറക്റ്റായി നമ്മളോട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഒരു മാർഗമുണ്ടാകും എന്നാണ് കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 4 പേരെങ്കിലും കടന്നു പോകുന്ന കാര്യമാണ് കെ സി വേണുഗോപാൽ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ വഴിയിൽ ആളുകളെ തടയുന്നത് എന്ത് തരത്തിലുള്ള ഒരു ഭാരതീയ മര്യാദയാണ് കാണിക്കുന്നത്, ഭാരതീയ ചിന്തയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തം സംസ്ഥാനത്തേക്ക് ആ സംസ്ഥാനത്തിൽ തന്നെ ഒരു എം പി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിയിൽ തടഞ്ഞ് ഈ വെയിലൊക്കെ ഈ തരത്തിൽ ഇത്രയും 1 മണിക്കൂറിലേറെയായി ഇപ്പോൾ തടഞ്ഞു കിടക്കുകയാണ്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞിരിക്കുന്നത്? മാത്രമല്ല പ്രിയങ്ക ഗാന്ധി കൂടി ഈ വാഹനത്തിലുണ്ട്. ഈ വാഹനത്തിന് അടുത്താണ് ഇപ്പോൾ വളയം തീർത്തിരിക്കുന്ന എംപിമാർ തന്നെയാണ്. ഇവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം കൂടി ാണ്. ഏത് തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാം. അതായത് അവിടെ പോകാൻ വേണ്ടി UP പോലീസ് എടുക്കുന്ന ഏത് വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം ധനസുമോദാണ് വിവരങ്ങൾ നൽകുന്ന.